ഗുരുവായൂർ അമ്പലനടയിൽ ഡയറക്റ്റഡ് ബൈ വിപിൻ ദാസ്. ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നല്ല കിടിലനായിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫും എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാത്തൊരു സെക്കൻഡ് ഹാഫാണ് ഈ സിനിമയ്ക്കുള്ളത്. മലയാള സിനിമയിൽ ഈ കല്യാണം പശ്ചാത്തലമായിട്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോമഡി പടങ്ങളൊക്കെ ഒരുപാട് കല്യാണം ബാക്ക്ഗ്രൗണ്ടാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്താൻ വേണ്ടി പറ്റിയ ഒരു സിനിമ കൂടി മലയാളത്തിൽ വന്നിരിക്കുകയാണ്. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ബേസിൽ ജോസഫും പൃഥ്വിരാജുമാണ്. ആ രണ്ട് ക്യാരക്ടേഴ്സും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അവരുടെ ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഫസ്റ്റ് ഹാഫിലൊക്കെ അതാണ് വരുന്നത്. ആദ്യം തന്നെ ബേസിലിൻ്റെ ക്യാരക്ടറിനെ വിനു എന്നാണ് പേര്, അതിനുശേഷം നമ്മുടെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിന് ആനന്ദ്, പിന്നെ അനശ്വരയുടെ ക്യാരക്ടർ, നിഖില വിമലിൻ്റെ ക്യാരക്ടർ, ഇങ്ങനെ ഓരോ ആൾക്കാരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കി എൻഗേജിങ് ആക്കി കൊണ്ടിട്ടാണ് ആദ്യത്തെ ഹാഫ് അവസാനിക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ചില കഥാപാത്രങ്ങൾ, അതായത് യോഗി ബാബുവിൻ്റെ കഥാപാത്രം, അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ വരുന്നത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത്ര റിസൾട്ടൊന്നും വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സിനിമയുടെ അവസാന ഭാഗത്ത് നമ്മൾ വെട്ടത്തിലൊക്കെ കാണുന്നത് പോലെ കൺഫ്യൂഷൻ കോമഡികളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷേ അതും ഒരു വലിയ ചിരിയിലേക്ക് എത്തിക്കാനായിട്ട് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് വിനു ആണെങ്കിലും അതുപോലെ തന്നെ ആനന്ദേട്ടൻ, പൃഥ്വിരാജും ബേസിൽ ജോസഫും, ഈ കഥാപാത്രങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള നേച്ചറും അവരുടെ ഒരു സ്റ്റൈലും ഹ്യൂമറും ഇതൊക്കെ നല്ല രസമായിരുന്നു. നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് സിറ്റുവേഷൻസും കോമഡികളൊക്കെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സിജു സണ്ണി അറിയാലോ, മറ്റേ രോമാഞ്ചത്തിലൊക്കെ ആ ബ്രൗൺ കോട്ടിട്ട് നടക്കുന്ന ചെങ്ങായി, അതുപോലെ തന്നെ നമ്മുടെ ഫാലിമി സിനിമയിലെ ഹിറ്റ്മാൻ, ഇവരുടെയൊക്കെ കഥാപാത്രങ്ങൾ, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് അഭിനേതാക്കൾ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് ജഗദീഷ്, ബൈജു, അതുപോലെ തന്നെ നമ്മുടെ കേസോട് സിനിമയിലെ വക്കീൽ, പിന്നെ ഒരുപാട് ചെറിയ 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 കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ യോഗി ബാബു ഒക്കെ കയറി വരുന്നത്. അപ്പോൾ യോഗി ബാബുവിൻ്റെ കഥാപാത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ അത് അത്ര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിൻ്റെ ഭാഗത്ത് സ്ക്രിപ്റ്റിൽ ഒന്നുകൂടി അവർ നല്ലോണം പണിയെടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാമായിരുന്നു. പിന്നെ വിട്ടുപോയ രണ്ടാൾക്കാർ നമ്മുടെ ഇർഷാദ് അലിയും അതുപോലെ തന്നെ കോട്ടയം രമേശും ആയിരുന്നു. ആ കഥാപാത്രങ്ങളും ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ സിനിമയുടെ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് രണ്ട് വില്ലന്മാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ സിനിമയുടെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഴകിയ ലൈല എന്നുള്ള പാട്ടും അതുപോലെ തന്നെ കണ്ണാന്തുമ്പി പോരാമോ എന്നുള്ള പാട്ടും സിറ്റുവേഷൻ അനുസരിച്ച് സിനിമയിൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള അതിൻ്റെ സ്കോറിങ്ങും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കല്യാണ പാട്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു, കളർഫുൾ ആയിരുന്നു, ഡാൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അജു വർഗീസിൻ്റെ പാട്ടും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ വലിയ അടിപൊളിന്ന്, അതായത് കാണാനൊരു രസമുണ്ട്, അല്ലാതെ നോക്കി ഓർത്ത് വയ്ക്കാനും മാത്രം ഒരു ഫ്രഷ് ആയിട്ടുള്ള മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. മൊത്തത്തിൽ കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും നല്ല അടിപൊളിയായിട്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഒന്നുകൂടി പണിയെടുത്തിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. എനിവേ ഇത് കണ്ടിരിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പൃഥ്വിരാജിൻ്റെ ഹ്യൂമറും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ബേസിൽ ജോസഫ് പിന്നെ ആസ് യൂഷ്വൽ അദ്ദേഹത്തിന് എന്തായാലും ഒരു കോമഡി ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു സ്കില്ലുണ്ട്. പൃഥ്വിരാജിൻ്റെ കോമഡി അത്യാവശ്യം സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ മീൻ മുറിക്കുന്ന സീനും അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഇതുവരെ കണ്ടൊരു പൃഥ്വിരാജല്ല, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി നല്ല രീതിയിൽ പണിയെടുത്തിരുന്നെങ്കിൽ ഒരു കിടിലൻ സിനിമയായിട്ട് മാറാമായിരുന്നു. പിന്നെ ക്ലൈമാക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ക്ലൈമാക്സിലെ ആ താലി പരിപാടിയൊക്കെ ഒരുപാട് സമയം വലിച്ചു നീട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ വെട്ടത്തിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ളൊരു ടൈപ്പ് കൺഫ്യൂഷൻ കോമഡി ഇല്ലേ, അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷേ അതും അത്ര നല്ല രീതിയിൽ എനിക്ക് പേഴ്സണലി വർക്കായിട്ടില്ല. നിങ്ങളും കണ്ടു നോക്കുക, രസമാണ്, കാണാനൊക്കെ രസമാണ്. നമുക്കൊരു പ്രാവശ്യം അങ്ങനെ കണ്ട് ചിരിക്കാൻ വേണ്ടി പറ്റിയ എല്ലാ തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിൻ്റെ അവസാന ഭാഗം വരുന്ന സമയത്ത് നമുക്ക് ഒരു അത്ര ഒരു ചിരി പൊട്ടില്ല, ജയ ജയ ഹേ പോലെ ഒന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. എനിവേ ഒരു പ്രാവശ്യം കാണാം, ഫാമിലിയായിട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റിയ സിനിമയാണ്. അത്യാവശ്യം തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ.